പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ലൈഫ് 2020 ഗുണഭോക്തൃ സംഗമവും മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിൻ പ്രഖ്യാപനവും നടന്നു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ഭവനരഹിതരായ ലൈഫ് 2020 ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരുടെ ലിസ്റ്റിൽ വീട് നിർമ്മിക്കാൻ അർഹതയുള്ള മുഴുവൻ പേരെയും കണ്ടെത്തി വീട് നൽകുന്നതിന് ഭരണസമിതി ഊന്നൽ നൽകിക്കൊണ്ട് ഹഡ്കോയിൽ നിന്നും വായ്പയെടുത്തും ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതം ഉപയോഗിച്ചും സംസ്ഥാന വിഹിതം, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം എന്നിവ ഉൾപ്പെടുത്തിയുമാണ് 310ഓളം ഗുണഭോക്താക്കളെ കണ്ടെത്തി ആദ്യഗഡു ധനസഹായം വിതരണം നടത്തിയത്. പട്ടിത്തറ ശ്രേയസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലന്റെ അധ്യക്ഷതയിൽ ലൈഫ് 2020 ഗുണഭോക്തൃ സംഗമം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വായ്പ എടുത്താൽ വീട് കൊടുക്കുന്നത്, അപ്പൊ പറയാണ് വായ്പ എടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പറയുന്നത് ആ നടപടിയെങ്കിലും ഒഴിവാക്കണം, വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയ നടപടിയെങ്കിലും ഒഴിവാക്കണം. വായ്പ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളും കൂടി തിരിച്ചടക്കി. അപ്പോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 ലക്ഷം രൂപ ഓരോ ഗുണഭോക്താവിനും കൊടുക്കുന്ന 5,15,000 പേർ അഗ്രിമെന്റ് വെച്ച 4,80,000 പേർ പണി പൂർത്തിയാക്കിയ ഒരു പദ്ധതി ഇന്ത്യക്കാകെ മാതൃകയായിട്ടുള്ള ഒരു പദ്ധതിയാണ്. തലചായ്ക്കാൻ ഒരിടം എന്നത് മാത്രമല്ല, സുരക്ഷിതമായി കഴിയാൻ പറ്റുന്ന അടച്ചുറപ്പുള്ള വീട് എന്നതാണ് ലൈഫിന്റെ പ്രത്യേകത. 72,000 വെച്ച വീടിന്റെ ചിത്രം എന്റെയിലുണ്ട്. നമ്മുടെ ചില IAS ഓഫീസർമാർ ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയപ്പോൾ അവർ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. സാർ, ഇതാണ് അവിടുത്തെ സർക്കാരിന്റെ വീട്, നമ്മുടെ ലൈഫിന്റെ വീടും ഇതും കൂടി ഒന്ന് നോക്കൂ, എന്താണ് വ്യത്യാസം. അത് കണ്ടാൽ ലൈഫിൽ വെച്ച വീട് കൊട്ടാരമാണ്. കാരണം 72,000 വെച്ച വീട് എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനസ്സോടിത്തിരി മണ്ണ് പട്ടിത്തറ പഞ്ചായത്ത് ക്യാമ്പയിൻ പ്രഖ്യാപനം MP അബ്ദുസമദ് സമദാനി MP നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സെബു സദഖുള്ള സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി PA താജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലൈഫ് മിഷൻ കോർഡിനേറ്റർ അനീഷ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. NCV ന്യൂസ്, തൃത്താല.